നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കുറച്ച് സ്ഥലത്തിന് കരമടയ്ക്കാനായിട്ട് പോയപ്പോൾ കരമടയ്ക്കാൻ സാധിച്ചില്ല, ഡേറ്റാ ബേസിൽ എൻ്റെ സ്ഥലം ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഡേറ്റാ ബേസിനകത്ത് ഇല്ലാത്ത സ്ഥലത്തിൻ്റെ കരം നിങ്ങൾക്ക് ഒരിക്കലും അടയ്ക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ വില്ലേജ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഡോക്യുമെൻറ്റ്സിന് അഗനസ്റ്റായിട്ട് മാത്രമേ കരം സ്വീകരിക്കാൻ അവർക്ക് കഴിയുള്ളൂ. ഇപ്പോൾ ഒട്ടുമിക്ക വില്ലേജ് ഓഫീസുകളും നമ്മുടെ കരം അവരുടെ സിസ്റ്റത്തിനകത്ത് ഡേറ്റാബേസിനകത്ത് വന്നിട്ടുള്ളത് വെച്ചിട്ടാണ് അവർക്ക് കരം എടുക്കാൻ പറ്റുള്ളൂ, ഓൺലൈൻ പ്രോസസ്സ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഡേറ്റാബേസിനകത്ത് ഇല്ലാത്ത ഒരു സ്ഥലത്തിന് എങ്ങനെ നമുക്ക് കരം അടയ്ക്കാൻ പറ്റും? കരം അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം ആണ് പുള്ളി വന്നത്. നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം, പട്ടയം ഇതിൽ ഏതാണെന്നുള്ളത്, മുൻപ് കരമടച്ച റെസിപ്റ്റ്, അതിൻ്റെ സ്കെച്ചോ പ്ലാനോ പൊസഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും, മുൻ പ്രമാണം ഉണ്ടാവും. ഈ പ്രമാണങ്ങളുടെ എല്ലാം ഒരു കോപ്പി വെച്ചിട്ട് വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ കൊടുക്കാം. വില്ലേജ് ഓഫീസർ അതിൻ്റെ ഡേറ്റാബേസിൽ ഇല്ല എന്നുള്ളൊരു റെസിപ്റ്റ് നിങ്ങൾക്ക് തരും. ആ റെസിപ്റ്റോടെ തഹസിൽദാർക്ക് നിങ്ങൾക്ക് അതിന് പരാതി കൊടുക്കാം. തഹസിൽദാർ പരാതി കൊടുക്കുമ്പോൾ അതിനകത്ത് വെക്കേണ്ടത് ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തി എൻ്റെ സ്ഥലത്തിന് ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം തരണം എന്നുള്ള രീതിയിലായിരിക്കണം അപേക്ഷ കൊടുക്കാൻ. ആ അപേക്ഷ വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസർ പരിശോധിച്ചിട്ട് അതിൻ്റെ ഡേറ്റാബേസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡേറ്റാബേസൊക്കെ റെഡിയാക്കി വില്ലേജ് ഓഫീസിലേക്കുള്ള ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അവിടെ കരമടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. ഇതിന് പക്ഷേ 2-3 ആഴ്ച സമയമെടുക്കും. കാരണം ഇത് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് ഡേറ്റാബേസിൽ ഇത് എവിടെയെങ്കിലും മിസ്ഔട്ടായി പോയിട്ടുള്ളതാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഇത് സ്റ്റോറേജ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കാലതാമസം കുറച്ച് എടുക്കുന്നതാണ്, 1 മാസത്തോളം ഏകദേശം പ്രക്രിയ ഉള്ളതാണ്. അപ്പോൾ അത്രയും പ്രക്രിയ പൂർത്തിയാക്കി നിങ്ങൾക്ക് അവിടെ നിന്ന് തരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വില്ലേജ് ഓഫീസിൽ പോയി ഈ ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടുകയും അത് വെച്ചിട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടാം. ആ വില്ലേജ് ഓഫീസിൽ പോയി ഏത് ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കരം അടയ്ക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ നിയമപരമായ കാര്യം. ഇത് സമയം എടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകേണ്ടതുണ്ട്. അപ്പം അതിന് കുറച്ച് കാലതാമസങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാവരും കരമടയ്ക്കുന്നുണ്ടെങ്കിൽ, ഈ 5, 6, 10 കൊല്ലം കരമടയ്ക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെയൊക്കെ സ്ഥലത്തിന് കൃത്യമായി ഡേറ്റാബേസ് ഉണ്ടോ എന്നുള്ളതും കരം അടച്ച് നിങ്ങളുടെ തന്നെയാണ് സ്ഥലം എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കുകയും വേണം. ഇന്നലെ ഞാൻ പത്രത്തിലൊരു വാർത്ത കാണുന്നത്, തിരുവനന്തപുരത്ത് വിദേശത്ത് താമസിക്കുന്ന ഒരാളുടെ ഒരു 10-30 കൊല്ലമായിട്ട് വിദേശത്താണ്, അവരുടെ സ്ഥലം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡേറ്റാബേസുകളിൽ ഇല്ലാത്ത സ്ഥലങ്ങളാണ് പല കൃത്രിമത്തിലൂടെയും കൃത്രിമം കാണിച്ചും ആൾക്കാർ കൈക്കലാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക, സസൂക്ഷ്മം വീക്ഷിക്കുക. നമ്മുടെ സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കരം അത് ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് കൃത്യമായ ഓരോ വർഷവും നമ്മൾ പോയി അടച്ച് അത് ക്ലിയർ ചെയ്യേണ്ടത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് നമ്മൾ പിന്മാറരുത്. എപ്പോഴെങ്കിലും അടച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കരുത്. എല്ലാ വർഷവും കൃത്യമായി കരമടച്ച് നമ്മളുടെ വസ്തു നമ്മളുടേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നത് ആ കരമടയ്ക്കുമ്പോഴാണ്. മറ്റുള്ളവർ അത് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് അറിയുന്നതും ഡേറ്റാബേസിൽ ഈ കരം അടയ്ക്കുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് കൃത്യമായി എല്ലാവരും ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ള കരം അടയ്ക്കുക, വസ്തു നമ്മുടേതാണെന്ന് വരുത്തുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.